നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തു. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് കേസ്. അഞ്ചു വിവരങ്ങളുമായിട്ടുണ്ട്. അഞ്ചു, പരാതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ നടപടി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഒരാൾക്കെതിരെ കേസുമായിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, അതിവേഗ നടപടിയുമായിട്ടാണ് സൈബർ പോലീസ് പോകുന്നത്. അതായത് നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ഈ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ. ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ആളുമാണ്. മാർട്ടിന്റെ വീഡിയോ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ പ്രചരിപ്പിക്കുന്നു. അതിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലും ഒപ്പം തന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുമൊക്കെയാണ് ആ വീഡിയോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, എട്ടാം പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ദിലീപിന് അനുകൂലമായിട്ടാണ് ആ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 24 വീഡിയോ ലിങ്കുകളാണ് ഈ പോലീസ് അന്വേഷണ സംഘത്തിന് പരാതിയിലൂടെ ഈ അതിജീവിതരുടെ സഹോദരൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ലിങ്കുകൾക്ക് പുറമെ മറ്റ് വീഡിയോകളും, അതായത് ഈ മാർട്ടിൻ പങ്കുവെച്ച വീഡിയോ, അത് ഷെയർ ചെയ്ത ആളുകൾ, അതിനടിയിൽ കമന്റ് ചെയ്ത ആളുകൾ, ഇതൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. അപ്പോൾ പരാതിയിൽ നൽകിയിട്ടുള്ള 24 വീഡിയോ ലിങ്കുകൾക്ക് പുറമേ കൂടിയാണ് ഈ പരിശോധന നടക്കുന്നത്. അതുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉടൻ തന്നെ മറ്റുള്ളവർ കൂടി ഈ കേസ് എടുത്ത് നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അതിജീവിതയും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ക്രിസ്മസ് വിരുന്നുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. അതിന് പിന്നാലെ ക്ലിഫ് ഹൗസിൽ എത്തിയായിരുന്നു. നേരിട്ട് ഈ വിവരം, സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ മുഖ്യമന്ത്രിയോട് അതിജീവിത പങ്കുവെച്ചത്. ഓക്കെ അഞ്ചു, വ്യക്തമാണ്. അപ്പൊ അതിജീവിതയുടെ പരാതിയിന്മേൽ നടപടി അതിവേഗം പുരോഗമിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ അഞ്ചു ജയപ്രകാശ് തിരുവനന്തപുരത്ത്.